അമീബിക് മസ്തിഷ്ക ജ്വരത്തെയും കീഴടക്കി കേരളം. രോഗം ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന പയ്യോളി സ്വദേശി അഫ്നാൻ ജസീൽ ഇന്ന് ആശുപത്രി വിട്ടു. രാജ്യത്ത് തന്നെ ആദ്യമായാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച രോഗി മുക്തി നേടുന്നത്. ആരോഗ്യവകുപ്പ് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവും ചേർന്ന് രാജ്യാന്തര ചികിത്സയാണ് രോഗിക്കായി ഒരുക്കിയത്. അപൂർവങ്ങളിൽ അപൂർവമായ രോഗമെന്നാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ ഗുരുതര രോഗത്തെയാണ് ആരോഗ്യവകുപ്പും സംസ്ഥാനത്തെ വിദഗ്ധ ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ കീഴടക്കിയത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ച മരുന്നും കൃത്യമായ ചികിത്സാ നിർദ്ദേശങ്ങളുടെയും ഫലമായി 21 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച അഫ്നാൻ ജസീൽ ജീവിതത്തിലേക്ക് തിരികെ വന്നു. ഇത്രയും സംരക്ഷിച്ച ഡോക്ടർമാരോട് ഞങ്ങൾക്ക് ആദ്യം നന്ദി അറിയാനുള്ളത്. ഇതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു പങ്കുവെക്കാനാവാത്തൊരു സന്തോഷമാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചൊരു മാസമാണ്, അതുപോലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു മാസമാണ് ഈ മാസം. കാരണം മോൻ്റെ ഈ അഡ്മിറ്റായ സമയത്തുള്ള ഒരു പ്രയാസം ശരിക്കും സത്യം പറയുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞറിയിക്കാനാവില്ല. പക്ഷേ ഇപ്പോൾ അതിൽ ഇത്രയും സന്തോഷിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നു, പിന്നെ ഇവിടെയുള്ള ഡോക്ടേഴ്സിനോടും. ആദ്യ ദിനം തന്നെ രോഗത്തിന്റെ സാധ്യത കണ്ട് ചികിത്സ തുടങ്ങിയതാണ് ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമായത്. സ്വകാര്യ ആശുപത്രിയിലായിരുന്ന കുട്ടിയുടെ ചികിത്സയ്ക്കായി ആരോഗ്യവകുപ്പ് ഇടപെട്ട് ജർമ്മനിയിൽ നിന്ന് മിൽറ്റിഫോസിൻ എന്ന മരുന്നും എത്തിച്ചിരുന്നു. ലോകത്ത് തന്നെ 8 പേരാണ് ഇത്രയും കൺഫേംഡ് കേസുകൾ സർവൈവ് ആയിട്ടുള്ളത്. അതിൽ തന്നെ ഇന്ത്യയിൽ ഇതുവരെ ആരും കൺഫേംഡ് കേസുകൾ ആരും സർവൈവ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ അവനെ ഇന്ത്യയിലെ ഇത്തരമൊരു അസുഖത്തിൽ നിന്നുമുള്ള ആദ്യത്തെ കൺഫേംഡ് ആദ്യത്തെ സർവൈവറാണ്. ടോട്ടൽ 21 ദിവസം ഇൻ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇന്ന് അവന് സുഖമായിട്ട് വീട്ടിൽ പോകാം. അവൻ പൂർണ്ണ ആരോഗ്യവാനാണ്. ഇനി ഒരാഴ്ചയോളം മെഡിസിൻ ഓറൽ ടാബ്ലറ്റായിട്ട് കഴിക്കാനുണ്ടാവും. രാജ്യത്താദ്യമായി അമീബിക് മസ്തിഷ്ക ജ്വര പ്രതിരോധത്തിനായി സംസ്ഥാന ആരോഗ്യവകുപ്പ് മാർഗരേഖ പുറത്തിറക്കിയിട്ടുണ്ട്. അഫ്നാനടക്കം 4 പേർക്കാണ് സംസ്ഥാനത്ത് 3 മാസത്തിനിടെ രോഗം സ്ഥിരീകരിച്ചത്. ഇവരിൽ 3 പേർ ചികിത്സയ്ക്കിടെ മരണപ്പെട്ടു. നിലവിൽ 2 പേരുടെ പരിശോധനാ ഫലം കൂടി ലഭിക്കാനുണ്ട്. ഇവരും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ഉടൻ രോഗമുക്തി നേടുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.